കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ ഒരു KSRTC ബസ് കൂടി അനുവദിച്ചു. കണ്ണൂരിൽ രാത്രി എത്തുന്ന ജനശതാബ്ദി ട്രെയിൻ കണക്ഷനായാണ് പുതിയ KSRTC സർവീസ് അനുവദിച്ചതെന്ന് എം വിജിൻ MLA അറിയിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലെത്തുന്ന ജനശതാബ്ദി ട്രെയിനിൽ ഇരിണാവ്, പഴയങ്ങാടി, ചെറുകുന്ന്, മാട്ടൂൽ ഭാഗങ്ങളിലുള്ള നിരവധി യാത്രക്കാർ വരുന്നുണ്ട്. ഇവർ കണ്ണൂരിലെത്തിയാൽ പിന്നീട് ഓട്ടോറിക്ഷയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. ഇതിന് പരിഹാരമായി KSRTC സർവീസ് നടത്തണമെന്ന് എം വിജിൻ MLA ഗതാഗത മന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്നാണ് ബസ് അനുവദിച്ചത്. പഴയങ്ങാടി കണ്ണൂർ പയ്യന്നൂർ റൂട്ടിൽ 4 ബസ്സുകൾ അനുവദിക്കുകയുണ്ടായി. ആ 4 ബസ്സുകൾ ഇപ്പോൾ രാവിലെ മുതൽ രാത്രി വരെ കൃത്യമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടതാണ്, നേരത്തെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനശതാബ്ദിക്ക് കണക്ട് ചെയ്തുകൊണ്ടിരുന്ന KSRTC അത് പുനരാരംഭിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. നിരന്തരമായി അതിൻ്റെ കത്തുകളും ആവശ്യങ്ങളും ഉന്നയിച്ചു. മിനിഞ്ഞാന്ന് KSRTCയിൽ നിന്ന് ഒരു അറിയിപ്പ് ലഭിക്കുകയുണ്ടായി. നിരന്തരമായി ആവശ്യപ്പെട്ട നമ്മുടെ പഴയങ്ങാടി വഴിയുള്ള KSRTC ഇത് രാത്രി ജനശതാബ്ദിക്ക് കണക്ട് ചെയ്തുകൊണ്ട് കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ അതിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. 26-ാം തീയതി ഈ റിപ്പബ്ലിക് ദിനത്തിൽ ആദ്യ യാത്ര ആരംഭിക്കും എന്നാണ് KSRTC ഇപ്പോൾ അറിയിച്ചത്. നേരത്തെ കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിൽ രാവിലെ 6 മുതൽ രാത്രി 7:30 വരെ 4 KSRTC ബസ് അനുവദിച്ചിരുന്നു. ഈ ബസ്സുകൾ തുടർന്നും സർവീസ് നടത്തും. ഒരു ബസ് കൂടി അനുവദിച്ചതോടെ കണ്ണൂർ പഴയങ്ങാടി പയ്യന്നൂർ റൂട്ടിലെ ജനങ്ങളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.